ഇന്ന് ഞങ്ങളുടെ ഹീനു ബേബിയുടെ മാമോദിസയാണ്. എൻ്റെ മൂത്ത ചേച്ചിയുടെ ഏറ്റവും ആദ്യത്തെ പുത്രനാണ് കേട്ടോ ഹെനോക്ക്. എൻ്റെ വീട്ടിലെ മാത്രമല്ല, ഞങ്ങൾ ഹോൾ ജനറേഷനിൽ തന്നെ ഏറ്റവും ഇളയ ആളായിട്ടാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് താഴെ വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ UK സെറ്റിലായ എൻ്റെ ചേച്ചി ജനിച്ച 6 മാസം പ്രായമുള്ള ഹിനുവിനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് ആയതും ഈ അനീത്തിയായ ഞാൻ ഒരു കുഞ്ഞിമേമയായതും ഈ ഒരു ഫേസ് ഓഫ് ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നും ഞാൻ മനസ്സിലാക്കിയത്. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. In Christianity, baptism symbolizes purification, renewal and becoming part of God's family. Dedicated to God എന്നൊക്കെ ഒരു അർത്ഥമുള്ള ഒരു ബിബ്ലിക്കൽ നെയിമാണ് ഹെനോക്ക്. എൻ്റെ ഒരു സജഷൻ ആയിരുന്നു കേട്ടോ വാവയ്ക്ക് ഹെനോക്ക് എന്ന് പേരിടാൻ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരു ഈവനിങ് ഗ്യാതറിംഗ് ആയിരുന്നു ഹിനുവിൻ്റെ ബാപ്റ്റിസം. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ഒരു ചെറിയൊരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയൊരു ഫേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റി മാറുന്നതും നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും ഭാവേനെ കുറച്ചു നേരം കളിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും ആ ഒരു ഫീലിംഗ് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് എൻ്റെ ചേച്ചി ഈ ഒരു കുഞ്ഞുമാവനെ കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു ഫേസ് ഇത്രയും മനോഹരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. മാമോദീസൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് UK പോയി. ഇനി എന്നാണോ വാവേനെ കാണാൻ പറ്റുക? അതുകൊണ്ടൊക്കെ തന്നെ വീട്ടിലിപ്പോൾ ഭയങ്കര ശൂന്യതയാണ്. സോ ഇഫ് യു ആർ സ്റ്റിൽ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഇഫ് യു ആർ എ ന്യൂ പാരൻറ്റ്, ന്യൂ അങ്കിൾ, ന്യൂ ആൺ ഓർ എ ന്യൂ ഗ്രാൻഡ് പാരൻറ്റ്, നിങ്ങളുടെ വീട്ടിൽ ആ കുഞ്ഞ് വാവ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കെട്ടിപ്പിടിച്ച് കുറേ സ്നേഹിക്കുക. ബിക്കോസ് ഇവർ വളർന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ഫേസ് എത്രത്തോളം അടിപൊളിയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് ഇഫ് യു ആർ എ എൽഡസ്റ്റ് വൺ ഓഫ് ദ ഫാമിലി, എനിക്ക് നിങ്ങളോട് നല്ല അസൂയുണ്ട്. ബിക്കോസ് ഒരു എൽഡസ്റ്റ് വണ്ണായിട്ട് ജനിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിച്ച പോലെ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ഒറ്റ പാരൻസും ഒറ്റ സിബ്ലിങ്സും സ്നേഹിക്കില്ല. You guys are so special.